ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും ഗേ വിഭാഗം ഇതിനെയൊക്കെ എന്തൊക്കെയോ ഒളിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ അത് പുറത്ത് കാണിക്കുന്നുണ്ട്. അവർക്ക് നന്നായി പൊട്ടു തൊടാൻ ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ഫീമെയിൽസ് മാത്രം ചെയ്യുന്ന ഒന്നല്ല. പക്ഷെ ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് ഈ കമന്റ് ബോക്സ് അങ്ങ് തുറക്കുമ്പോൾ നമുക്കൊരു കളിയാക്കുന്നതോ അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നതോ ചില അനാവശ്യ പേരുകൾ വിളിച്ച് കളിയാക്കും. ട്രാൻസ്ജെൻഡേഴ്സിനോടൊക്കെയുള്ള ഒരു മനോഭാവം മാറിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരു നാലോഗ്യം എന്തൊക്കെയോ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ആദ്യം മുന്നിൽ വരുന്നത് അതാണല്ലോ. ഇപ്പൊ അവര് ഭയങ്കര നന്നായിട്ട് ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും ഗേ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ അവര് വളരെ നന്നായി ഒരുങ്ങിയൊക്കെ ഇതിൽ വരുന്ന. ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും കാണാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ ഒരുപാട് പേരാണുള്ളത്. അവരവരുടെ ഐഡന്റിറ്റി വളരെ നന്നായി പുറത്ത് കാണിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ അതിനുള്ള കോൺഫിഡൻസ് പണ്ട് പക്ഷെ കുറച്ചുകൂടെ എല്ലാം ഒളിച്ചു വെച്ചിരുന്നത്. ഇതെന്തോ തെറ്റാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെയൊക്കെ എന്തൊക്കെയോ ഒളിച്ചു വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ അത് പുറത്ത് കാണിക്കുന്നുണ്ട്. അവർക്ക് നന്നായി പൊട്ടു തൊടാൻ ഇഷ്ടമാണെങ്കിൽ അവർ പൊട്ടു തൊടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ കുറെ പേരുണ്ട് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര്. ഈ പറഞ്ഞ പോലെ കുക്കിംഗ് ഫീമെയിൽസ് മാത്രം ചെയ്യുന്ന ഒന്നല്ല. പക്ഷെ ഈ പറയുന്നത് പോലെ ആ ഒരു ഫെമിനിൻ ടച്ചോട് കൂടി കുക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഇൻസ്റ്റഗ്രാം. അപ്പൊ എനിക്ക് ഭയങ്കര കൊതിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് അവരെ കാണുമ്പോൾ. പക്ഷെ ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് ഈ കമന്റ് ബോക്സ് അങ്ങ് തുറക്കുമ്പോൾ നമുക്കൊരു കുത്തൽ ഫീൽ ചെയ്യും. ഇവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്ത് കാണുമ്പോൾ? ഇവരൊന്നാമതേ പല മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവരെ ഇത് അഫക്ട് ചെയ്യുമോ എന്നോർത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതൊന്ന് മാറിയാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. അവര് നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല ആരും. അവരെ ഏത് തരത്തിലുള്ള സെക്ഷുവാലിറ്റി ഐഡന്റിഫൈഡ് ആയ ആൾക്കാരാണെങ്കിലും അത് നമ്മളെയോ നമ്മുടെ സാഹചര്യങ്ങളെയോ ബാധിക്കുന്നില്ല. ആരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല ഒരു ജെൻഡറും ചൂസ് ചെയ്യണമെന്നോ ഒന്നും. പിന്നെ എന്തിനാ നമ്മൾ അനാവശ്യമായിട്ട് ഒരാളെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നതോ ചില അനാവശ്യ പേരുകൾ വിളിച്ച് കളിയാക്കുന്നതോ ഒന്നും അതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ കുറെ പേര് ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ വിളിച്ച് ഇതിപ്പോ ഇങ്ങനെ കുറെ പേര് ഐഡന്റിഫൈ ഇത് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ പല ജെൻഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് പുതിയ ജനറേഷൻ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. അത് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങൾ ഒരാണായി ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അത് വളരെ